ഞാൻ ബെഡിൽ പ്രകാശേട്ടനെ ഓർത്ത് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ പുറത്ത് എന്തോ ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറന്നു നോക്കി. നോക്കുമ്പോൾ സോഫയിലിരുന്ന് എന്തോ ചിന്തിക്കുന്ന അച്ചുവിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ നോക്കി നിൽക്കുന്നത് അച്ചുവും കണ്ടു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അവൻ്റെ അടുത്തേക്ക് പോകണോ അതോ തിരിച്ചു മുറിയിൽ കയറണോ? ഒളിച്ചോട്ടിയിട്ട് കാര്യമില്ല. അവന് ഞാനും എനിക്ക് അവനും മാത്രമാണുള്ളത്. അവനോട് എല്ലാം സംസാരിക്കണം എന്നാണ് വിജയൻ ഡോക്ടർ എന്നോട് പറഞ്ഞത്. പതുക്കെ ഞാൻ അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. അച്ചു, അവൻ താഴെയിരിക്കുന്ന സോഫയിലേക്ക് നോക്കി നിൽക്കാണ്. ഞാനവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ അച്ചു, ഞാൻ വീണ്ടും വിളിച്ചു. അമ്മേ, അമ്മ ശരിക്കും പറഞ്ഞതാണോ അത്? അത് കേട്ടതും എൻ്റെ ഉള്ളിൽ ഒരു തീ കാളി. അവൻ ചോദിച്ചത് എന്തിനെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എന്താ പറയുക അവനോട്? എന്ത്? ഞാൻ അർത്ഥമില്ലാതെ വെറുതെ ചോദിച്ചു. എന്താണ് ഞാൻ പറയുക? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്കറിയാലോ എന്താണെന്ന്, അവൻ പറഞ്ഞു. ഞാൻ അവനെ നോക്കാതെ താഴെയുള്ള സോഫയിലേക്ക് തന്നെ നോക്കി. അവനും അവിടേക്ക് തന്നെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചയും ചിന്തയും എല്ലാം ഒരിടത്തേക്ക് തന്നെയാണ്. എന്താണ് ഞാനിപ്പോൾ അവനോട് പറയുക? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവന് ഉറങ്ങാൻ പോലും ആവുന്നില്ല. അവനേത് ആഴത്തിൽ ബാധിച്ചിട്ടുമുണ്ട്. ഒരുപാട് ആഴത്തിൽ. ആദ്യമായി അവൻ എന്നോട് ഇതേപ്പറ്റി സംസാരിക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ മാത്രം. അവൻ്റെ അച്ഛൻ്റെ പോലെ തന്നെയാണ് അവൻ്റെയെന്നും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ തിരിച്ച് മുറിയിലേക്ക് പോകണോ? എന്താ ഇപ്പോൾ വേണ്ടത്? ഞാൻ ആലോചിച്ചു. ഞാൻ ഡോക്ടർ വിജയനെ വൈകിട്ട് വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. ധന്യേ, അവൻ്റെ ആങ്സൈറ്റി എത്രത്തോളമാണെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവന് ഇത് വരുമോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. എനിക്കിത് കേട്ടപ്പോൾ ഒട്ടും അത്ഭുതം തോന്നിയില്ല എന്ന് ചുരുക്കം, ഡോക്ടർ പറഞ്ഞു. അതെന്താ അങ്ങനെ സാർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിപ്പോൾ ഞാൻ എങ്ങനെയാ തന്നോടിത് പറയാ? ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രകാശിനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നോടിത് പറയണമെന്നാകും അവനും പറയുക. പ്രകാശേട്ടൻ്റെ പേര് കേട്ടപ്പോൾ ഞാനൊന്ന് നെട്ടി. എന്താണ് വിജയൻ സാർ പറഞ്ഞു വരുന്നത്? അത് തന്നെ, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് പ്രകാശൻ എന്നെ കാണാൻ വന്നിരുന്നു. ഇതേ പ്രശ്നമായിരുന്നു അന്ന് അവനെന്നോട് പറഞ്ഞത്. അവനും ഒരുപാട് പേടിയോടെയാണ് അന്നെന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ഒരുപാട് അവനോട് സംസാരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 സെക്ഷൻ കഴിഞ്ഞിട്ടാണ് അവന് ഒന്ന് സമാധാനമായത്. കുറേയധികം സമയം വേണ്ടി വന്നു അതിന്. ഞാനെല്ലാം നിശബ്ദമായി കേൾക്കായിരുന്നു. അപ്പോൾ പ്രകാശേട്ടനും? പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രകാശേട്ടൻ്റെ. അത് എനിക്കറിയാം. ഹലോ തന്നെ, നീ കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് നെട്ടി. എന്നിട്ട് പറഞ്ഞു, ആ കേൾക്കുന്നുണ്ട് സാർ. പക്ഷെ അവന് ഭാഗ്യവശാൽ കിട്ടിയത് ധന്യായിരുന്നു. അവനെ ഞാൻ ആശ്വസിപ്പിച്ചുവെങ്കിലും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവവും കഴിവും അനുസരിച്ചാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ ഭാഗ്യമായിരുന്നു ധന്യെ തന്നെ കിട്ടിയത്. എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക്, ധന്യക്ക് അവനെ നന്നായി സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് പോയതെന്ന് എനിക്കറിയാം. ഇതെല്ലാം കേട്ടതും എൻ്റെ മനസ്സിൽ കടലിരുമ്പുകയായിരുന്നു. പെരുവിരൽ മുതൽ മുടിയിഴകൾ വരെ നിറയുന്ന വിറയൽ. അവനോട് കല്യാണം കഴിഞ്ഞ് വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവൻ വരികയും ചെയ്തു. ഏ, വന്നെന്നോ? എന്നിട്ട്? ഞാൻ പെട്ടെന്ന് ആവേശത്തോടെ ചോദിച്ചു. പ്രകാശേട്ടനെ കുറിച്ചാണ്. എന്നിട്ട് എന്താ തന്നെ? അവൻ പഴയ ആളെ ആയിരുന്നില്ല. ആകെ ടെൻഷൻ അടിച്ച് നടന്ന അവൻ വളരെ സന്തോഷവാനായിരുന്നു. ഞാൻ അവനോട് അവൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ എനിക്കറിയായിരുന്നു ധന്യക്കെല്ലാം അവന് കൊടുക്കാൻ പറ്റിയെന്ന്. ഡോക്ടർ അത് പറഞ്ഞു നിർത്തിയതും എന്നിൽ നിന്നും ഒരു നിശ്വാസം പുറത്തേക്ക് വന്നു. കൊടുക്കാത്തതായി ഒന്നുമില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അച്ഛനോട് സംസാരിക്കാൻ ഇനി വരില്ല. അവനോട് സംസാരിക്കാൻ പ്രകാശനവും ഇല്ല. അതുകൊണ്ട് ഇനിയെല്ലാം ധന്യയാണ് തീരുമാനിക്കേണ്ടത്. കാലം ഒരിക്കൽ കൂടി ധന്യെ വല്ലാത്തൊരു ചോദ്യത്തിന് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ തവണ
ധന്യ അത് അറിയാതെ തന്നെ അതിനുള്ള ഉത്തരം നൽകി. ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചില ഉത്തരങ്ങൾ എഴുതേണ്ടി വരും. അവ നമുക്ക് എഴുതാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ധന്യാണ് അവനെ രക്ഷിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് ചെയ്യ്. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കുകയും ചെയ്യാം. അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് മാത്രമേ അവനെ ഇതിൽ നിന്നും രക്ഷിക്കാനാവൂ എന്ന് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ അപ്പുറത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട്. എന്താണ് ഞാനിപ്പോൾ അവനോട് പറയുക? അമ്മേ, അമ്മ പറഞ്ഞത് സത്യമാണോ? അവൻ വീണ്ടും ചോദിച്ചു. അതേ കുട്ട, അമ്മ പറഞ്ഞത് സത്യമാണ്. ഞാൻ എങ്ങനെയാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എവിടെ നിന്നോ വന്നതായിരുന്നു. അവനെ ഞാൻ നോക്കിയില്ല, അവൻ എന്നെയും നോക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആലോചനകൾ കൂട്ടിമുട്ടിക്കാൻ എന്ന വിധം താഴത്തെ ഹോളിലെ സോഫയിൽ കിടന്നു. അവനെ നോക്കാതെ തന്നെ ഞാൻ തുടർന്നു പറഞ്ഞു, നിന്റെ അച്ഛനും. എങ്ങനെയാണ് ഞാനത് പറയാ? അവൻ എൻ്റെ നേരെ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ഞാൻ അറിഞ്ഞു. എനിക്കവനെ നോക്കാനായില്ല. ഞാൻ കോണിപ്പടിയിലേക്കും വിളക്കിലേക്കും നിലത്തേക്കുമെല്ലാം നോക്കി നിന്നു. എന്നിട്ട് ആരോടോ എന്ന പോലെ പറയാൻ തുടങ്ങി, നിൻ്റേതുപോലെ ആയിരുന്നു. ഞാൻ ഓരോ വാക്കിനും വേണ്ടി തിരയായിരുന്നു. അവൻ എന്നിൽ നിന്നും എന്താണ് വരുന്നതെന്ന് നോക്കി നിൽക്കാണ്. വെറുതെ പറയുന്ന ആശ്വാസ വാക്കുകളാണെന്ന് അവൻ ഇപ്പോഴും കരുതുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ നുണ പറയില്ലെന്ന് അവനറിയാം. എനിക്കിവിടെ തളരാൻ അനുവാദമില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ? എവിടെ നിന്നോ എൻ്റെ ഉള്ളിൽ നിന്നും കുറേ രക്തം ഇരച്ചു കയറുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു, നിൻ്റെ അച്ഛൻ്റെയും ഇതുപോലെയുള്ളതായിരുന്നു വെച്ചു. എനിക്കത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോടിത് പറയുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ അവനെ നോക്കി. നിനക്കും ഭയപ്പെടാനൊന്നുമില്ല അച്ചു. അവൻ എന്നെ തന്നെ നോക്കി നിൽക്കാണ്. ഞാൻ അവനെയും. ധന്യെ, ധന്യാണ് അവനെ രക്ഷിക്കേണ്ടത്. ധന്യക്കാണ് ആ ഉത്തരം അവന് കൊടുക്കാൻ കഴിയൂ. ഡോക്ടർ പറഞ്ഞ ആ വാചകം എൻ്റെ മനസ്സിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഒന്നും മറയ്ക്കാൻ നിന്നില്ല. എല്ലാ സത്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഒരാശ്വാസമാണ് ഞാൻ കണ്ടത്. അവൻ കുറച്ചു നേരം എന്നെ നോക്കി നിന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, അമ്മേ, അപ്പോൾ അച്ഛനും എൻ്റെ പോലെ തന്നെ ആയിരുന്നോ? അതേടാ, നിനക്കും അച്ഛനും ഒരുപോലെയാണ്. അത് കേട്ടതും അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ടവൻ എന്നോട് ചോദിച്ചു, അപ്പോൾ അമ്മ അത്രയ്ക്കും വേദന സഹിച്ചിരുന്നോ? ഇതൊന്നും ഒരു വേദനയല്ലടാ. ഇഷ്ടത്തോടെ ചെയ്ത ഒന്നിനും ഒരു വേദനയായി തോന്നില്ല. ആണോ? പക്ഷെ നേഹ, എടാ, അവൾ ചെറുതല്ലേ, അതുകൊണ്ടാ. അപ്പോൾ അവൾ ചെറുതായതുകൊണ്ടാണോ? വലുതായിരുന്നെങ്കിൽ? അവൾക്കൊരു 10-25 വയസ്സായിരുന്നെങ്കിൽ എല്ലാം ശരിയായനെ മോനെ. ഞാനവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാ ഞാനൊരാഗ്രഹം പറഞ്ഞാൽ അമ്മ എനിക്കത് സാധിച്ചു തരുമോ? എന്താ? ഒരു വിറവലോടെ ഞാൻ അവനോട് ചോദിച്ചു.